Hi friends, welcome to J2 Tech and Vlogs. ഇന്ന് നമ്മൾ നോക്കുന്നത് യൂട്യൂബിലെ കുറച്ച് സെറ്റിംഗ്സും കാര്യങ്ങളുമാണ്. പലർക്കും അറിയത്തില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. സെറ്റിംഗ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പലർക്കും അറിയത്തില്ല. സാധാരണ അതായത് എക്സ്പേർട്ടുകൾക്കല്ല, അത് നമ്മൾ സാധാരണ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ വീട്ടിൽ പ്രായമുള്ളവർക്കും അതുപോലെ തന്നെ ഒരുപാട് അറിയാത്തവരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ആ ഒരു സെറ്റിംഗ്സും കാര്യങ്ങളുമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് യൂട്യൂബിലെ സെറ്റിംഗ്സിനകത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇതിൽ സെറ്റിംഗ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ലോഗോ, അതായത് ഏതാണ് നമ്മുടെ അക്കൗണ്ടിന് നമ്മൾ പേരിട്ടിരിക്കുന്നത്, ആ പേരിൻ്റെ ആ ഒരു ആദ്യത്തെ അക്ഷരമായിരിക്കും ചിലപ്പോൾ അവിടെ വരുന്നത്. അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സിലോട്ട് പോകാം. ഇവിടെ നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്, അതായത് നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള കാര്യങ്ങളും അപ്പോൾ നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ടേൺ ഓൺ ഇക്കോഗ്നോറ്റോ ആണ്, അത് നമുക്ക് മറ്റേ ഗൂഗിൾ ക്രോമിലും കാണുന്നതാണ്. അതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പിന്നെ ആഡ് അക്കൗണ്ട്, അതായത് നമുക്ക് 2-3 യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അക്കൗണ്ട് നമുക്ക് വേറെ എടുത്തിട്ടിട്ട് നമുക്ക് അതിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് ഏത് ഇഷ്ടപ്പെട്ട ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ വേണ്ടിയുള്ള ആഡ് അക്കൗണ്ടാണ്. പിന്നെ നമുക്ക് ചാനലാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇവർ ചാനൽ എന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോ, അത് യൂട്യൂബ് ചാനലുള്ളവർക്ക് വേണ്ടിയാണ്. ഇത് പിന്നുള്ളത് ടൈം വാച്ച്ഡ്, അതായത് നമ്മൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മൾ യൂട്യൂബിൽ കയറി നമ്മളെ എത്ര നേരം കണ്ടു, അങ്ങനെയുള്ള നമ്മുടെ വാച്ച് ഹിസ്റ്ററി കാര്യങ്ങൾ അറിയാനുള്ളതാണ്. എത്ര നേരം കണ്ടു, ഏതൊക്കെ സമയത്താണ് കണ്ടത്, ഏതൊക്കെ ദിവസമാണ് കണ്ടത്, ഏറ്റവും കൂടുതൽ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ നമുക്ക് നമ്മൾ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതായത് നമുക്കിപ്പം ഒരു ഇത്ര സമയം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കൊരു ബ്രേക്ക് വേണം, അതായത് യൂട്യൂബിൽ നിന്ന് നമുക്ക് ഓഫായി വെളിയിറങ്ങി പോകണം എന്നുള്ള ആ ഒരു സെറ്റിങ്സ് കാര്യങ്ങൾ, അതായത് ഒരു ടൈമർ കാര്യങ്ങളാണിത്. അതുപോലെ തന്നെ നമ്മൾ കടന്നുറങ്ങുന്ന സമയം, അതായത് ഒരു ടൈം വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് യൂട്യൂബ് നമുക്ക് കയറി കാണാൻ പറ്റത്തില്ല. അതുപോലെ നമുക്ക് ബെഡ് ടൈം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഓട്ടോ പ്ലേ നെക്സ്റ്റ് വീഡിയോയുടെ ഓപ്ഷനാണിത്, അതായത് നമുക്ക് അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്ലേ ആകുന്നതിൻ്റെ ഒരു ഓപ്ഷനാണ്. നമുക്ക് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട വീഡിയോ നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. അല്ലാതെ നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ കൊണ്ട് തന്നെ സ്റ്റോപ്പ് ആയി നിൽക്കും. മറ്റേ ഇത് ഓണായി കിടക്കുകയാണെങ്കിൽ, ഓട്ടോ പ്ലേ നെക്സ്റ്റ് വീഡിയോ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഓണായി കിടക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്ലേ ആകുന്നതാണ്. അത് നമുക്ക് ഓഫാക്കിയിടാം, ഓണാക്കിയിടാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ഗെറ്റ് യൂട്യൂബ് പ്രീമിയം, അതായത് യൂട്യൂബിൻ്റെ പ്രീമിയം അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ അതിൻ്റെ പർച്ചേസ് കാര്യങ്ങൾ, അതെല്ലാം ഒരു യൂട്യൂബിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് യുവർ ഡേറ്റ ഇൻ യൂട്യൂബ്, അതായത് നമ്മുടെ യൂട്യൂബിലുള്ള നമ്മുടെ ഡേറ്റയും കാര്യങ്ങളും അറിയാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ ഇതാണ് നമ്മുടെ സെറ്റിങ്സ് എടുക്കുമ്പോൾ തന്നെ ഒരുപാട് ഓപ്ഷൻ കാര്യങ്ങളും എല്ലാം സെറ്റിങ്സിൻ്റെ അകത്തുണ്ട്. അതായത് ജനറലായിട്ടുള്ള കുറച്ച് സെറ്റിങ്സ് ആണ് ഇവിടെ ഉള്ളത്. അതിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെയുള്ള ആ ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. റിമൈൻഡ്, നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയുള്ള ടൈമിംഗ് ഒരു നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബെഡ് ടൈമിൻ്റെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് അപ്പിയറൻസിന് വേണ്ടിയാണ്, അതായത് നമുക്ക് ലൈറ്റായിട്ടോ ഡാർക്കായിട്ടോ നമുക്ക് അപ്പിയറൻസ് സെലക്ട് ചെയ്യാനാണ്. ഇപ്പോൾ ഡാർക്ക് തീം എടുത്തു കഴിഞ്ഞാൽ മൊത്തം ഇരുണ്ടിരിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ് സേവിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കണ്ണിന് കുറച്ചുകൂടി റെസ്റ്റ് കിട്ടുന്ന ആ ഒരു രീതിയാണ് ഈ ഡാർക്ക് മോഡ് എന്ന് പറയുന്നത്. ഡിവൈസ് തീം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വൈറ്റ് തന്നെയാണ്. ഇതിലെ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ഓൾവേസ് ഓൺ ഉണ്ട്, വൈഫൈ ഉള്ളിയുണ്ട്, ഓഫ് ആക്കിയിടാം. അതായത് നമ്മൾ വീഡിയോ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതായത് വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആയി വരുന്നുണ്ട് നമുക്ക് ആ ഒരു സ്ക്രീനിൽ തന്നെ, അങ്ങനെയെങ്കിൽ അത് ഓഫ് ആക്കി ഇടാനുള്ള ഓപ്ഷനാണ്. അത് വൈഫൈ ഉള്ളപ്പോൾ മാത്രം നമുക്ക് ഓൺ ആകുന്ന ഒരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനുണ്ട്. പിന്നെ ഓൾവേസ് ഓൺ, നമ്മൾ മൊബൈൽ നെറ്റ്വർക്കിനാണെങ്കിലും വൈഫൈ ആണെങ്കിലും അത് ഓൺ ആയി കിടക്കണമെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഓൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷനുണ്ട്. പിന്നെ ഉള്ള ഡബിൾ ടാപ്പ് ടു സീക്ക് എന്നാണ്, അത് നമുക്ക് എത്ര വേണമെങ്കിൽ സെറ്റ് ചെയ്യാമെന്നാണ്. നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്ക് കാണുന്നതിൻ്റെ ആ ഒരു ഓപ്ഷനാണ്. അതിൻ്റെ 10 സെക്കൻഡ് 15 സെക്കൻഡ് അങ്ങനെ നമുക്ക് ടൈം ആ ഒരു സെക്കൻഡ് ഇതുണ്ട്, ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് സൂം ടു ഫിൽ സ്ക്രീൻ, അതായത് നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോ നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു സ്ക്രീൻ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ആക്കി ഇട്ടാൽ മാത്രമേ നമുക്ക് സൂം ചെയ്താൽ നമുക്ക് ആ ഒരു ഫുൾ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കത്തില്ല. നമുക്ക് യൂട്യൂബിൻ്റെ ആ ഒരു റെസൊല്യൂഷനിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ആ ഒരു ഫുൾ സൈസ് സ്ക്രീൻ നമുക്ക് ഉപയോഗിച്ച് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഓൺ ആക്കി നമുക്ക് അങ്ങനെ ഫുൾ സ്ക്രീൻ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ടാൽ മാത്രമേ അങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമായിരിക്കും അത്. നമുക്കങ്ങനെ ചിലർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഫുൾ സ്ക്രീൻ വരാത്തത് എന്ന് പറഞ്ഞ് പലരും ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന കാണും. ചിലപ്പോൾ
അതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പം ഈ സൂം ടു ഫിൽ സ്ക്രീൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് സ്ക്രീനിൻ്റെ ആ ഒരു ഫുൾ സ്ക്രീനിൽ നമുക്ക് ആ വീഡിയോ കാണാനും ഓഫ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളത് അപ്ലോഡ്സ്, അതായത് നമുക്ക് ആ ഒരു ചാനലൊക്കെ ഉള്ളവർക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ്. നെറ്റ്വർക്കിലൊന്നെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം, അതുപോലെ തന്നെ വൈഫൈ മാത്രമുള്ളപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നത് ലൊക്കേഷൻ, നമ്മുടെ ഏത് ലൊക്കേഷനാണ്, നമ്മളിപ്പോൾ ഇന്ത്യയാണ്, അപ്പോൾ ഇന്ത്യയുടെ ലൊക്കേഷനാണ് നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് റെസ്ട്രിക്റ്റഡ് മോഡാണ്, അതായത് 18+ വീഡിയോസൊക്കെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മോഡാണ്. ഈ ഒരു മോഡ് യൂട്യൂബിന് മാത്രമായിട്ടുള്ളതാണ്. ഇതിൽ എനേബിൾ സ്റ്റാർട്ട്സ് ഫോർ നെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ എല്ലാ ഫോണിലും നമ്മൾ ഓഫായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ക്വാളിറ്റി, ബഫറിങ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണിക്കുന്നതാണ്. അതിനാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. അത് മിക്ക ഫോണിലും ഓഫാണ്, നമുക്കതിൻ്റെ അധികമുള്ള ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് ആരും അത് ഉപയോഗിക്കാറില്ല. പിന്നുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഡാറ്റ സേവിങ് ഓപ്ഷനാണ്. ഡാറ്റ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ വീഡിയോ കാണുമ്പം അതിൻ്റെ ക്വാളിറ്റിയിലും ആ ഒരു റെസൊല്യൂഷൻ കാര്യങ്ങൾക്കാണ് ഇവർ ഡാറ്റ ഏറ്റവും സേവ് ചെയ്യുന്നത്. നമുക്ക് ഡാറ്റ സേവിങ് മോഡ് ഇങ്ങനെ നമ്മൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഫുള്ള് ഓൺ ആവും, അതായത് നമ്മുടെ വീഡിയോ ക്വാളിറ്റി കുറയും. നമ്മൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഏറ്റവും കുറവായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ MB സൈസ് ക്വാളിറ്റി കുറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു MB സൈസും കുറവായിരിക്കും. പിന്നെ അടുത്ത് കാണിക്കുന്നത് വൈഫൈ വെച്ചായിരിക്കും ഡൗൺലോഡ് ചെയ്യാൻ മാത്രമുള്ള ആ ഡാറ്റ സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ അപ്ലോഡ് ചെയ്യുമ്പോഴാണെങ്കിലും വൈഫൈ മാത്രമായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ, വൈഫൈ ഉള്ളപ്പോൾ മാത്രമേ നമ്മുടെ പ്ലേ ബാക്ക് ഓപ്ഷൻ വർക്ക് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഡാറ്റ സേവിങ്ങിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. നമ്മുടെ ഒരു വീഡിയോ ക്വാളിറ്റി തന്നെ കുറച്ചുകൊണ്ടാണ് ഇവർ ഡാറ്റ സേവ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രത്യേക ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഡാറ്റ സേവിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂട്യൂബ് വീഡിയോസ് കാണുന്നത് ഏറ്റവും മികച്ച ക്വാളിറ്റി കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ അതുപോലെ ഡാറ്റ തീരുന്ന സമയത്ത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട് നോക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ കുറച്ച് ഡാറ്റ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഡാറ്റ സേവിങ് എന്നൊരു ഓപ്ഷൻ. അത് നമുക്ക് ഓൺ ആക്കിയിടാം, ഓഫ് ആക്കിയിടാമെന്നാണ്. പിന്നുള്ളത് ഓട്ടോ പ്ലേക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. മുൻപ് കണ്ട പോലെ തന്നെ ഇതിന് പ്രത്യേകം ഒരു ഓപ്ഷൻ ഇവർ കൊടുത്തിരിക്കുകയാണ് ഇവിടെ. ഓട്ടോ പ്ലേ നെക്സ്റ്റ് വീഡിയോ, അതായത് നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ ഉള്ളത് വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് ആണ്. അതായത് നമുക്ക് ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വീഡിയോ, അതായത് നമുക്ക് റേഞ്ച് കൂടുതൽ, അതായത് നമ്മുടെ ഒരു നെറ്റ് കൂടുതലുള്ള സമയത്ത് നെറ്റും റേഞ്ചും എല്ലാം കൂടുതലുള്ള സമയത്ത് ഹൈ ക്വാളിറ്റി വീഡിയോയിൽ വരും. അത് കുറയുന്നതനുസരിച്ച് ഇത് ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയിലോട്ട് വീഡിയോ പോകുന്നതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് അത് പോകുന്നതാണ്. വൈഫൈ ഒക്കെ കണക്ട് ആവുകയാണെങ്കിലും കൂടുതൽ ക്വാളിറ്റിയിലോട്ട് വരും. അതുപോലെ തന്നെ വൈഫൈയിൽ നിന്ന് ഓഫായി കഴിയുമ്പോഴേക്കും കുറഞ്ഞ ക്വാളിറ്റി, അങ്ങനെയൊക്കെ വരുന്നൊരു ഓപ്ഷനാണ് ഇതെല്ലാം. നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ ആദ്യമുള്ളത് ഓട്ടോമാറ്റിക്കാണ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചേഞ്ച് ആവുന്നതാണ്. പിന്നെ ഈ കാണുന്നത് ഹയർ പിക്ചർ ക്വാളിറ്റി എന്ന് കാണുന്നത് നമുക്ക് ഹയർ ക്വാളിറ്റിയിൽ, അതിപ്പം ഡാറ്റ ഇപ്പം അതിപ്പോൾ റേഞ്ച് കുറവാണെങ്കിലും അതായത് കൂടുതലാണെങ്കിലും എപ്പോഴും നമ്മൾ വീഡിയോ എടുത്താലും ഹയർ ക്വാളിറ്റി തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ടാൽ മതി. പിന്നുള്ള ഡാറ്റ സേവർ എന്നൊരു ഓപ്ഷനാണ്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ പിക്ചർ ക്വാളിറ്റി തീരെ കുറവായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഡാറ്റ സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഇവിടെ. നമുക്ക് ഡാറ്റ സേവറിന് ഒരു പ്രത്യേകം ഓപ്ഷൻ മേളിൽ നമ്മൾ കുറച്ച് നേരം മുൻപേ കണ്ടതാണ്. അതിന് അതുപോലെ തന്നെയുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ. അത് വീഡിയോ ക്വാളിറ്റിക്ക് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനാണിത്. ഇത് മൊബൈൽ നെറ്റ്വർക്കിലുള്ള ഓപ്ഷനാണ്. ഈ 3 ഓപ്ഷനും മൊബൈൽ നെറ്റ്വർക്കിലുള്ള വീഡിയോ ക്വാളിറ്റിയുടെ ഓപ്ഷൻസ് ആണ്. പിന്നെ കാണുന്നത് വൈഫൈയിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ വീഡിയോ ക്വാളിറ്റിയുടെ ഓപ്ഷൻസ് ആണ് കാണുന്നത്. അതായത് വൈഫൈ കണക്ട് ചെയ്താലും അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി കുറയുകയോ കൂടുകയോ ചെയ്യുന്നതാണ്. ഓട്ടോമാറ്റിക് ഇട്ടാൽ ഹയർ പിക്ചർ ക്വാളിറ്റി ഇട്ട് കഴിഞ്ഞാൽ വൈഫൈ കണക്ട് ചെയ്താൽ ഹയർ ക്വാളിറ്റി തന്നെ നമുക്ക് വീഡിയോ ഫുള്ള് കാണാവുന്നതാണ്. പിന്നെ ഡാറ്റ സേവർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി കുറയുന്നതാണ്. വൈഫൈ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ സേവർ ആവശ്യമില്ല, നമുക്ക് ഹയർ ക്വാളിറ്റി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിക്കവാറും വൈഫൈ വെച്ച് കണക്ട് ചെയ്യുവാണ് ഹയർ ക്വാളിറ്റി തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. ഇനിയുള്ളത് ഡൗൺലോഡ്സ് ആണ്. ഡൗൺലോഡ്സിൻ്റെ അകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുള്ള ക്വാളിറ്റിയും കാര്യങ്ങൾക്കുള്ള ഒരു ഓപ്ഷനാണിത്. ഡൗൺലോഡ് ക്വാളിറ്റിയിൽ നമുക്കൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മീഡിയത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം, ലോയിൽ സെറ്റ് ചെയ്യാം. നമുക്കപ്പോൾ നേരിട്ട് തന്നെ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുമ്പം ആ ഒരു വീഡിയോ ആ ഒരു ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ആകുന്നതാണ്. ആസ്ക് ഈച്ച് ടൈം എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അത് കാണിക്കും എത്ര പിക്സലാണ്, 1080 ആണോ 720 ആണോ, നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചൂസ് ചെയ്യാം ഏത് ഓപ്ഷനിലോട്ടാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണിത്. പിന്നെ ഉള്ളത് ഡൗൺലോഡ് ഓവർ വൈഫൈ ഉള്ളി. വൈഫൈയിൽ മാത്രം കണക്ട് ചെയ്താൽ മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ അത് ഓഫാക്കിയിട്ട് വേണം നമുക്ക് മൊബൈൽ നെറ്റ്വർക്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ റെക്കമെൻഡഡ് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഒരു വീഡിയോസിൻ്റെ ഒരു ലിസ്റ്റ് ഇങ്ങനെ വരും. നമുക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ള
വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് വീഡിയോസ് എല്ലാം യൂട്യൂബ് നമുക്ക് കാണിച്ചു തരും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി. അത് ഓൺ ആക്കിയിട്ടേക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ലിസ്റ്റ് കാണുന്നതാണ്. ഓഫ് ആക്കിയിടുവാണെങ്കിൽ ആ ലിസ്റ്റ് വരത്തില്ലെന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കാണിക്കുന്ന ഓപ്ഷൻ യൂസ് SD കാർഡ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ആ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസ് SD കാർഡിലോട്ട് പോകാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ ഈ ഒരു SD കാർഡ് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ SD കാർഡിലോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഫോൺ മെമ്മറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആപ്സിൻ്റെ നമ്മുടെ മെമ്മറിയും കാര്യങ്ങളും എല്ലാം ഫോൺ മെമ്മറിയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ചിലപ്പം ഹൈ ക്വാളിറ്റി വീഡിയോസ് ആണെങ്കിൽ ഇപ്പം 1 GB 2 GB ഒക്കെ വീഡിയോസൊക്കെ കാണും ഡൗൺലോഡ് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള ഹൈ ക്വാളിറ്റി വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോൺ മെമ്മറി സ്റ്റോറേജ് നമ്മൾ പെട്ടെന്ന് തന്നെ ഫുള്ളാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഫോൺ ഹാങ് ആകാൻ അങ്ങനെയുള്ള മറ്റൊരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അത് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലത് SD കാർഡ് ഉണ്ടെങ്കിൽ യൂസ് SD കാർഡിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിടുന്നതാണ്. വീഡിയോസും കാര്യങ്ങളും എല്ലാം SD കാർഡ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഡൗൺലോഡിങ് ഹെൽപ്പൊക്കെയാണ്, നമ്മുടെ ഡൗൺലോഡ് ചെയ്യുന്ന ഹെൽപ്പും കാര്യങ്ങൾക്കുള്ളതാണ്. പിന്നെ ഉള്ളത് ഡിലീറ്റ് ഓൾ ഡൗൺലോഡ്സ് ആണ്. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റോറേജ് കാര്യങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെമ്മറിയിൽ എത്ര നമ്മൾ സ്റ്റോറേജ് നമ്മൾ എത്ര ഫ്രീ ഉണ്ട്, അതുപോലെ തന്നെ SD കാർഡിൽ എത്ര ഫ്രീ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോറേജ് എത്ര ഫുൾ, ഞാനിപ്പോൾ ഇവിടെ ഡൗൺലോഡിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ 0 MB യൂസ് ഇടുന്നതാണ്. ബാക്കി നമ്മളിപ്പോൾ എത്ര ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ അത്രയും ആ ഒരു സ്പേസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. പിന്നെ വരുന്ന ഓപ്ഷനാണ് വാച്ച് ഓൺ TV എന്നൊരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ സ്മാർട്ട് TVക്ക് വേണ്ടി നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി, അതായത് യൂട്യൂബൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് വാച്ച് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ വരുന്നത് ഹിസ്റ്ററി ആൻഡ് പ്രൈവസി. സാധാരണ മിക്ക ആൾക്കാർക്കും അറിയാവുന്നൊരു സാധനമാണ് ഈ ഹിസ്റ്ററി ആൻഡ് പ്രൈവസി. പ്രത്യേകിച്ച് ലിജൻസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു സാധനമാണ്. ഇപ്പോൾ കയറിയ ഹിസ്റ്ററി ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണിത്. നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലിയർ വാച്ച് ഹിസ്റ്ററി വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹിസ്റ്ററി നമുക്ക് ഇതിൽ വരത്തില്ല. നമ്മളിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മുടെ ഫീഡ്സിലൊന്നും പിന്നെ വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ, നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിയർ സെർച്ച് ഹിസ്റ്ററി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലും ഇതുപോലെ തന്നെ ക്ലിയർ സെർച്ച് ഹിസ്റ്ററി കാണും. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സെർച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം ഡിലീറ്റ് ആയി പോകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പാസ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നിട്ട് നമുക്ക് പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മറ്റ് കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് വന്നിട്ട് പിന്നെ നമുക്ക് ഓൺ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ സെർച്ചും കാര്യങ്ങളും നമുക്ക് അതുപോലെ തന്നെ ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുന്നതാണ്. പിന്നെ മാനേജ് ഓൾ ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ആക്ടിവിറ്റി കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണിത്. പിന്നെ കോൺടാക്ട്സ് ബ്ലോക്ക് ചെയ്യുന്നൊരു ഓപ്ഷനുണ്ട്. പിന്നെ അവരുടെ ടേംസ് ആൻഡ് സർവീസാണ് പിന്നെ വരുന്നത്. പിന്നെ അടുത്തത് ട്രൈ ന്യൂ ഫീച്ചേഴ്സ് എന്നതാണ്. നമുക്ക് യൂട്യൂബിന് തന്നെ പുതിയ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുവഴി അവരുടെ ഫീച്ചേഴ്സ് പുതിയ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ പ്രീമിയത്തിൻ്റെ അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണിത്. പിന്നെ വരുന്നത് പർച്ചേസ് ആൻഡ് മെമ്പർഷിപ്പ്. നമുക്ക് യൂട്യൂബിന് മെമ്പർഷിപ്പ്, അതായത് പ്രീമിയം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അതിൽ ഫാമിലി പ്ലാൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫാമിലിയിൽ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു അക്കൗണ്ട് പ്രീമിയം ആയി കഴിഞ്ഞാൽ ഫാമിലിയിൽ 5 പേർക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ആദ്യത്തെ 1 മാസം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനൊരു നമുക്കൊരു ഓഫർ കൂടെ വരുന്നുണ്ട് ഇപ്പം. പിന്നെ വരുന്നത് ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സ് ആണ്. നമുക്കിതിൻ്റെ യൂട്യൂബിൻ്റെ പർച്ചേസിങ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു ബില്ലിംഗ് ഓപ്ഷൻ വന്നേക്കുന്നത്. നമുക്ക് പല സിനിമകളുമൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് അതിൻ്റെ ബില്ലിങ്ങും പേയ്മെൻറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ഓപ്ഷനാണത്. പിന്നെ വരുന്നത് നോട്ടിഫിക്കേഷനാണ്. അതായത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ചാനലിൽ നിന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി നമുക്കത് ഓണാക്കിയിടാം, ഓഫാക്കിയിടാം. അങ്ങനെയുള്ള ഓപ്ഷൻസാണ് ഈ കാണിച്ചിരിക്കുന്ന ഓപ്ഷൻസൊക്കെ. പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തിന് വേണ്ടി നമുക്ക് ഓണാക്കിയിടാം. പിന്നെ നമ്മുടെ റെക്കമെൻഡഡ് വീഡിയോസ് ഓണാക്കിയിടാവുന്നതാണ്. നമുക്ക് യൂട്യൂബ് തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യും, വീഡിയോസ് നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് വേണം ഓണാക്കിയിടാം, ഓഫാക്കിയിടാം. അതെല്ലാം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന കുറേ ഓപ്ഷൻസ് നമുക്കിപ്പോൾ യൂട്യൂബിൽ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ്, വേണ്ടാത്ത ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് ഈ നോട്ടിഫിക്കേഷൻ്റെ അകത്തുള്ളത്. പിന്നെയുള്ള കണക്റ്റഡ് ആപ്സ് ആണ്. നമ്മൾ ഗെയിം കളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് ആപ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് യൂട്യൂബായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആപ്സ് നമുക്ക് ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ആപ്സാണ്. പിന്നെ വരുന്നത് ലൈവ് ചാറ്റിൻ്റെയാണ്. നമുക്ക് ലൈവ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. പിന്നെ ക്യാപ്ഷന്, അതിൻ്റെ സൈസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, പിന്നെ ആക്സസിബിലിറ്റി കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് എബൌട്ടാണ്. നമ്മൾ ടൈംസ് ആൻഡ് സർവീസും കാര്യങ്ങളും ഹെൽപ്പ് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ലൈസൻസിൻ്റെ കാര്യങ്ങൾ, അതുള്ള കാര്യങ്ങളാണ് നമുക്ക് എബൌട്ടിൽ വരുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ യൂട്യൂബിൻ്റെ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ യൂട്യൂബിലെ നമുക്ക് ഹോം പേജിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓൾ കൊടുത്തിട്ടുണ്ട്.
അതുകൂടാതെ നമുക്ക് ഏതെങ്കിലും ഫീച്ചർ, അതായത് നമുക്ക് വേണ്ട വീഡിയോസ് ഏതെങ്കിലും സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കാറ്റഗറി, ഏത് കാറ്റഗറി ആണല്ലോ വെച്ചാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് കാണാവുന്നതാണ്. അതിനാണ് ഈ കുറേ ഓപ്ഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഏറ്റവും മേളിൽ കാണുന്ന ഈ ഒരു വൈഫൈയുടെ സിഗ്നൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ടി വിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നമുക്ക് നേരിട്ട് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി, നമുക്ക് സെറ്റിങ്സിൽ പോകാതെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഈ ടി വിയുടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ ആണ് ഒരു ബെൽ ബട്ടൺ കാണിച്ചിരിക്കുന്നത്, നമുക്ക് വന്ന നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾക്കുള്ള ആ ഒരു ഓപ്ഷനാണ്. പിന്നെ സെർച്ചാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. പിന്നെ താഴെ വരുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഹോം ബട്ടണാണ്. അതുപോലെ തന്നെ ഷോർട്സ്, നമ്മുടെ പുതിയ ഇപ്പം യൂട്യൂബ് തുടങ്ങിയതാണ് റീൽസ് പോലെ തന്നെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസ് പോലെ തന്നെ യൂട്യൂബ് തുടങ്ങിയ ഒരു ഓപ്ഷനാണ് ഷോർട്സ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ ഷോർട്ടായിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത് നമുക്ക് ഷോർട്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് വീഡിയോ എല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. പിന്നെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്ലസ് ചിഹ്നം എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി, ഷോർട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി, ലൈവ് പോകാൻ വേണ്ടി, നമുക്ക് പോസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽസിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി, സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയാണ്. പിന്നെ ഉള്ളത് ലൈബ്രറിയാണ്. നമുക്ക് ഈ ലൈബ്രറിയിലാണ് നമ്മുടെ കാര്യങ്ങൾ, ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡൗൺലോഡ് ചെയ്ത വീഡിയോസ് കാണാൻ വേണ്ടി നമുക്ക് ഈ ഡൗൺലോഡ്സ് ഞെക്കാവുന്നതാണ്. പിന്നെ യുവർ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചാനലായതുകൊണ്ട് നമുക്ക് ചാനലിൻ്റെ വീഡിയോസാണ്. പിന്നെ യുവർ മൂവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള മൂവീസിൻ്റെ ആ ഒരു നമ്മൾ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെയാണ്. പിന്നെ വാച്ച് ലേറ്ററായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, നമുക്ക് വീഡിയോസ് നമുക്ക് വാച്ച് ലേറ്ററായിട്ട് നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയാണ് ഈ വാച്ച് ലേറ്റർ വീഡിയോസ് വരുന്നത്. പിന്നെ വരുന്ന പ്ലേലിസ്റ്റ് കാര്യം, നമ്മൾ ലൈക്ക് ചെയ്ത വീഡിയോസ് ഉണ്ട് അതിൻ്റേത്, വ്ളോഗ്സിൻ്റേത് നമ്മൾ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളാണ് താഴെ വരുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ. നമ്മൾ സെറ്റിങ്സിലാണെങ്കിലും നമുക്ക് ഹോം പേജിലുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഈ വീഡിയോ നമുക്ക് ഈ യൂട്യൂബിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്ത ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.